ഭരിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ അതിന്റെ നേതാക്കളും അധികാരം തങ്ങളിൽ നിന്ന് അകന്നകന്നു പോകുന്തോറും അതം പതിക്കുകയാണ്. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ജയിച്ച നരേന്ദ്രമോദി സർക്കാർ തുടർച്ചയായി രാജ്യം ഭരിക്കുന്നതിൽ ഇന്ത്യ മുന്നണിക്കാർക്ക് വലിയ അമർഷവും നിരാശയുമുണ്ട്. ഇക്കാരണത്താൽ തരം താണ രീതിയിൽ പെരുമാറാനും അസഭ്യം പറയാനും ഇതിന്റെ നേതാക്കൾക്ക് മടിയില്ലാതായിരിക്കുന്നു. പാർലമെന്റിന് അകത്തും പുറത്തും കോൺഗ്രസ് നേതാവ് രാഹുൽ പെരുമാറുന്നത് ശ്രദ്ധിച്ചാൽ ഇക്കാര്യം മനസ്സിലാവും. പാർലമെന്റിൽ പ്രസംഗിക്കുന്ന ഈ നേതാവിന്റെ ശരീരഭാഷയും അംഗവിക്ഷേപങ്ങളും യാതൊരു നിലവാരവും ഇല്ലാതെ ഒരു വ്യക്തിയുടേതാണ്. BJPയുടെ രാഷ്ട്രീയത്തെയും നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളെയും വിമർശിക്കാം. സർക്കാരിനെ വിമർശിക്കുക എന്നത് എക്കാലവും പ്രതിപക്ഷം ചെയ്തു പോരുന്നതാണ്. BJP പ്രതിപക്ഷത്തായിരുന്നപ്പോഴും സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പാർലമെന്ററി മര്യാദകളും വ്യക്തിപരമായ അന്തസ്സും നിലനിർത്തിയിരുന്നു. ഇത് രണ്ടുമാണ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഇല്ലാത്തത്. ബീഹാറിലെ ഒരു പാർട്ടി പരിപാടിക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുലും പ്രിയങ്കയുമുള്ള സ്റ്റേജിൽ പ്രധാനമന്ത്രി മോദിക്കും അദ്ദേഹത്തിന്റെ അന്തരിച്ച മാതാവിനുമെതിരെ നേതാക്കൾ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ മാന്യതയുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്നതായിരുന്നു. സംഭവത്തിൽ രാഹുലിനെതിരെ പോലീസ് കേസെടുത്തു. രാഷ്ട്രീയ വിമർശനം നടത്താൻ എന്തിനാണ് മരിച്ചുപോയ ഒരാളെ നിന്ദിക്കുന്നത്? അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് മാത്രമല്ല അന്തസ്സില്ലായ്മയുമാണ്. പക്ഷെ എന്തും ചെയ്യാം. ഇതൊന്നും മനസ്സിലാക്കാനുള്ള സ്വഭാവ മഹിമ രാഹുലിനില്ലെന്ന് പലയാവർത്തി തെളിഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരാൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് രാജ്യത്തിന് തന്നെ അപമാനമാണ്. ജനങ്ങളുടെ ഗതികേട് എന്ന് മാത്രമേ ഇതേക്കുറിച്ച് പറയാനുള്ളൂ. കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല ഇങ്ങനെ അന്തസ്സില്ലാതെ പെരുമാറുന്നത്. കോൺഗ്രസിൽ നിന്ന് ഇത്തരം പെരുമാറ്റം ഒരു പകർച്ചവ്യാധി പോലെ ഇന്ത്യ മുന്നണിയെയും ബാധിച്ചിരിക്കുന്നു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും മന്ത്രിമാരുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തുന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ സംസ്കാരശൂന്യമാണ്. നരേന്ദ്രമോദിയെ നേരിടാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനാണ് ഈ നേതാക്കളുടെ ദുഷ്ടപെരുമാറ്റങ്ങൾ. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ അത്യന്തം നിന്ദ്യമായ പരാമർശം. മമതാ ബാനർജിയുടെ സർക്കാർ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുകയാണെന്ന് അമിത്ഷാ വിമർശിച്ചിരുന്നു. ഇതിനുള്ള മറുപടി എന്നോണമാണ് അങ്ങേയറ്റം പ്രകോപനപരമായ പ്രതികരണം മഹുവ മൊയ്തയിൽ നിന്നുണ്ടായത്. ഇവർക്കെതിരെ ഛത്തീസ്ഗഡ് പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. ബീഹാറിലേതുപോലെ ബംഗാളിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ അനുവദിക്കില്ല എന്നും നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ സമ്മതിക്കില്ലെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരുന്നു. ഈ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം തടയുന്നതിൽ പരാജയപ്പെട്ടെന്ന് കേന്ദ്ര സർക്കാരിനെയും ആഭ്യന്തരമന്ത്രിയെയും കുറ്റപ്പെടുത്തുന്നത്. പ്രതിപക്ഷ ബഹുമാനമില്ലാത്തതും നിരുത്തരവാദപരമായ പെരുമാറ്റമാണിതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിയതിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. പാർലമെന്റിലെ അംഗത്വം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. വിചാരണ കോടതിയുടെ വിധി അപ്പീൽ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതേ നേതാവാണ് വീണ്ടും വിചാരമില്ലാത്ത തെറ്റുകൾ ആവർത്തിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയമായി ഗതി പിടിക്കാത്തതിന്റെ ഒരു കാരണം രാഹുലിന്റെ ഇത്തരം സ്വഭാവം പെരുമാറ്റം തന്നെയാണ്. അമ്മ സോണിയയും ഇതിൽ നിന്ന് വളരെയൊന്നും വ്യത്യസ്തയായിരുന്നില്ല. ജനങ്ങളുടെ അംഗീകാരം നേടി തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുടുംബ മഹിമ ഇതിനുള്ള കുറുക്ക് വഴിയുമല്ല. കാലം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കുന്നതിൽ നെഹ്റു കുടുംബത്തിലെ സോണിയയും രാഹുലും പ്രിയങ്കയും പരാജയപ്പെടുകയാണ്. ജനങ്ങളിൽ നിന്ന് ഇവർ കൂടുതൽ ഒറ്റപ്പെടും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇത് ഒരിക്കൽ കൂടി തെളിയിക്കും.